പോകാം, പോയാലെന്താ, എന്തുകൊണ്ട് പോയിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെ ആയാലെന്താ, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഇംഗ്ലീഷിലൊന്ന് പറയാൻ നമുക്ക് പഠിച്ചാലോ? പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്സുകൾ വെച്ച് സാധാരണ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒരു 8 ടൈപ്പോളം കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ പാർട്ട് 1-ൽ 4 ടൈപ്പും ഒപ്പം തന്നെ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസും, തൊട്ടടുത്ത പാർട്ട് 2-ൽ വീണ്ടും 4 ടൈപ്പുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സർസൈസിൻ്റെ ആൻസേഴ്സ് പ്രാക്ടീസുകൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ പറയാണ്, നമുക്ക് പോകാം, കഴിക്കാം, വിളിക്കാം എന്നൊക്കെ പറയാനായിട്ടാണ് ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ലെറ്റ് പ്ലസ് അസ് ആണ് ലെറ്റ്സ്. അപ്പൊ ഇവിടെ ഞാനിപ്പോൾ പറയാണ്, നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം. അപ്പൊ ഒരുമിച്ച് എന്നുള്ളതിന് ടുഗദർ ആണല്ലോ, അറിയാമല്ലോ. അപ്പൊ നമുക്ക് കഴിക്കാം എന്നുള്ളതിന് ലെറ്റ്സ് ഈറ്റ് അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗദർ, അല്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ടുഗദർ. ഓക്കെ, ഇന്ന് രാത്രി എന്നാണെങ്കിൽ അതും കൂടി ചേർത്താൽ ടുനൈറ്റ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം, ലെറ്റ്സ് ഈറ്റ് ഡിന്നർ ടുഗദർ, അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗദർ. അപ്പൊ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, നമുക്ക് പോകാം, നമുക്ക് വരാം എന്നതാണ്. അവിടെ ഈറ്റ് ഡിന്നർ കഴിക്കാം, ടുഗദർ ടുനൈറ്റ്, ഇന്ന് രാത്രി ഒരുമിച്ച് എന്നുള്ള അർത്ഥം. അപ്പൊ നമുക്ക് പോകാം എന്നായാലോ ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. നമുക്ക് പറയാം, ലെറ്റ്സ് സ്പീക്ക്. നമുക്ക് ചോദിക്കാം, ലെറ്റ്സ് ആസ്ക്. നമുക്ക് ആ ബുക്ക് വായിക്കാം, ലെറ്റ്സ് റീഡ് എ ബുക്ക്. നമുക്ക് ഈ മ്യൂസിക് ആസ്വദിക്കാം, ലെറ്റ്സ് ലിസൺ ടു ദ മ്യൂസിക്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് പോകാം, വരാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം. അപ്പൊ ഈ ലെറ്റ്സിന്റെ ഉപയോഗത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അവിടെ പ്രത്യേകിച്ച് നമുക്ക് ചേർക്കാൻ ഒന്നുമില്ല. ലെറ്റ്സ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാം എന്ന് പറയാൻ ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ ഒന്നിച്ചിരിക്കുക അല്ലെങ്കിൽ കളിക്കുകയാണെങ്കിൽ ലെറ്റ്സ് പ്ലേ, നമുക്ക് കളിക്കാം. ഇപ്പൊ എല്ലാവരും കൂടെ ഒരു ബുക്ക് വായിക്കാണ്, ക്ലാസ്സിൽ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുക്ക് വായിക്കാം, ലെറ്റ്സ് റീഡ് എ ബുക്ക്. നമുക്കൊരു നോവൽ എഴുതാം, ലെറ്റ്സ് റൈറ്റ് എ നോവൽ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം പോകാം, വരാം, കഴിക്കാം എന്നൊക്കെ പറയാൻ നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം. അപ്പൊ ഇതുപോലെ വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള ടിപ്സ് ഉള്ള എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് രണ്ടാമതായിട്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പോകാം, വരാം, കാണാം, കേൾക്കാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ ഏറ്റവും അവസാനം ഇതെല്ലാം ചേർത്തിട്ട്, ഇന്നൊരു 4 ശൈലിയിലാണ് പഠിപ്പിക്കുന്നത്, 4 ശൈലിയും ചേർത്തിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്നറിയോ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പോയാലോ വന്നാലോ എന്നൊക്കെ സംസാരിക്കാനായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. പോകാം, വരാം എന്ന രീതിയെ മാറ്റി നമുക്ക് പോയാലോ വന്നാലോ എന്നാക്കിയാലോ. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്കിപ്പം ഞാൻ പറയാണ്, നമുക്ക് പാർക്കിൽ പോയാലോ, ഒന്ന് നടക്കാൻ പോയാലോ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറയാം നടക്കാൻ പോയാലോ. ഷാൾ വി ഗോ ടു ദ പാർക്ക്? ഞാൻ നിന്നോടൊപ്പം വരട്ടെ? ഷാൾ ഐ കം വിത്ത് യു? വരട്ടെ, പോകട്ടെ, അല്ലെങ്കിൽ പോയാലോ. ഇപ്പം നമുക്ക് ഒന്നിച്ചു പോയാലോ, ഷാൾ വി ഗോ ടുഗദർ? അപ്പം ഷാൾ വി അല്ലെങ്കിൽ ഷാളായി. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാലോ, ഷാൾ ഐ സ്റ്റഡി ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാലോ. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ, ഷാൾ ഐ ടീച്ച് ഇംഗ്ലീഷ്? ഓക്കെ,
അതുപോലെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഷാൾ വി ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? നമുക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചാലോ? ഷാൾ വി ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോ ഇവിടെ നോക്കൂ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് പോകാം, വരാം, പോയാലോ, വന്നാലോ. അപ്പം ഈ ഒരു ഉപയോഗം, ഈ രണ്ട്, അതായത് ഷോളിന്റെയും ലെറ്റ്സിന്റെയും ഉപയോഗം വളരെ പെട്ടെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ പറയാണ് നമുക്കൊന്ന് കൂടാം, നമുക്കൊരു പാർട്ടി കൂടാം, ലെറ്റ്സ് ഹാവ് എ പാർട്ടി. നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോകാം, ലെറ്റ്സ് ഗോ ഓൺ ആൻ എക്സ്കർഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്നാലും നമുക്കൊരു പാർട്ടി, നമുക്കിവിടെ നമ്മൾ ആദ്യമേ നമുക്കൊരു പാർട്ടി നടത്താം എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കൊരു പാർട്ടി നടത്തിയാലോ എന്നാണെങ്കിലോ, ഷാൾ വി ഹാവ് എ പാർട്ടി? ഷാൾ വി ഹാവ് എ പാർട്ടി? നമുക്ക് പുറത്ത് പോയാലോ? ഷാൾ വി ഗോ ഔട്ട്? ഷാൾ വി ഗോ ഔട്ട്? നമുക്ക് പുറത്ത് പോയാലോ? അപ്പം ഇങ്ങനെയാണ് ലെറ്റ്സും ഷോളും വെച്ചിട്ട്, അതായത് പോകാം, പോയാലോ എന്ന് ചോദിക്കുന്ന ആ ഒരു വ്യത്യാസം, അതിന്റെ ആ ഒരു രീതി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്, ഇപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ടാണ് നീ അത് ചെയ്യാത്തത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ സിനിമ കാണാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയുന്നതിന് നമുക്ക് വൈ ഡോണ്ട് യൂസ് ചെയ്യാം. വൈ ഡോണ്ട്, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കൂലേ. അതിന് നമുക്ക്, അതായത് ഇപ്പോ നമുക്കൊന്ന് നടക്കാൻ പോയാൽ എന്താ, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊന്ന് നടക്കാൻ പോയിക്കൂടാ, വൈ ഡോണ്ട് വി ഗോ ഫോർ എ വാക്ക്. നമുക്ക് എന്തുകൊണ്ട്, അവിടെ വി ഗോ ഫോർ എ വാക്ക് എന്നുള്ളതിന് മുമ്പിൽ വൈ ഡോണ്ട് ചേർത്താലായി. ഇപ്പം നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ, ഇപ്പം പോവുക എന്നുള്ളൊരു ഗോയാണല്ലോ. നിനക്ക് എന്തുകൊണ്ട് പോയിക്കൂടാന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ യു ഗോ ആണ്, നീ പോകുക എന്നുള്ളതിന്. വൈ ഡോണ്ട് യു ഗോ, നിനക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ. ഓക്കെ, അവർക്ക് എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ, വൈ ഡോണ്ട് ദേ വാച്ച് സിനിമ? വൈ ഡോണ്ട് ദേ വാച്ച് സിനിമ? നിനക്ക് എന്തുകൊണ്ടാ ജോലിക്ക് അപ്ലൈ ചെയ്തുകൂടാ, വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? ഓക്കെ, നിനക്ക് എന്തുകൊണ്ട് സ്കൂളിൽ പോയിക്കൂടാ, വൈ ഡോണ്ട് യു ഗോ ടു ദ സ്കൂൾ? ഗോ ടു ദ സ്കൂൾ, അത് വൈ ഡോണ്ട് യു ഗോ ടു ദ സ്കൂൾ. നോക്കൂ, വളരെ പെട്ടെന്ന് ഈ മൂന്ന് ശൈലികളിലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഇപ്പൊ ലെറ്റ്സ്, ഷോള്, വൈ ഡോണ്ട്. അപ്പൊ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഉപയോഗവും കൂടിയുണ്ട്. അതായത് ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളത് യൂസ് ചെയ്യാറുള്ളതാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും നിന്റെ അഭിപ്രായം എന്താണ്, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഹൗ അബൌട്ട് എന്ന് പറയാം. നിന്റെ അഭിപ്രായം എങ്ങനെയെന്നല്ല, അവിടെ നിന്റെ അഭിപ്രായം, അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്. ഇപ്പൊ ഞാൻ ചോദിക്കാണ് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്, How about going to school? How about going to school? ഇന്ന് ഉച്ചയ്ക്ക് നീന്താൻ പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ, How about going for a swim this afternoon? How about going for a swim this afternoon? ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ, How about studying English? How about studying English? ഇന്നൊരു സിനിമ കാണുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ, How about watching a movie tonight? How about അങ്ങനെ ആയാൽ എന്താ, അതാണ് ചോദിക്കുന്നത്. How about watching a movie tonight? അപ്പൊ നോക്കൂ, ഇന്ന് നമ്മൾ പഠിച്ചത് 4 രീതിയിലുള്ള കാര്യങ്ങളാണ്. 1 പോകാം, 2 പോയാലോ, 3 എന്തുകൊണ്ട് ചെയ്തുകൂടാ, 4 എന്താണ് നിന്റെ അഭിപ്രായം. ഈ രീതിയിൽ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സംസാര ഭാഷയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെ പറ്റി അറിയാത്തവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഇതിനോടൊപ്പം ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്, ഹൗ അബൌട്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
എന്തുകൊണ്ട് നിങ്ങൾക്കിന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്കിന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ? എന്തുകൊണ്ട് നീ സഹായം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് നീ സഹായം ചോദിക്കുന്നില്ല? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കണ്ടാലോ? ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കണ്ടാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ് ഉറങ്ങാം. നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ് ഉറങ്ങാം. നെക്സ്റ്റ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാം. ഇന്ന് രാത്രി നമുക്ക് പുതിയ ഹോട്ടൽ പരീക്ഷിച്ചാലോ? ഇന്ന് രാത്രി നമുക്ക് പുതിയ ഹോട്ടൽ പരീക്ഷിച്ചാൽ. എന്തെങ്കിലും ഒരു കാര്യം അഭിപ്രായപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടി നമുക്ക് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ പറയണെങ്കിൽ എന്തുകൊണ്ട് അവനോട് പോകാൻ പറഞ്ഞൂടാ? വൈ നോട്ട് ടെൽ ഹിം ടു ഗോ അവേ? വൈ നോട്ട് ടെൽ ഹിം ടു ഗോ അവേ? ടെൽ ഹിം എന്ന് പറയുമ്പോൾ അവനോട് പറയുക എന്നാണ്. ഓക്കെ, ടു ഗോ അവേ പോകാൻ. അവനോട് പോകാൻ എന്തുകൊണ്ട് പറഞ്ഞൂടാ? വൈ നോട്ട് ടെൽ ഹിം ടു ഗോ അവേ? ഇപ്പൊ പറയാ, എന്തുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച നമുക്ക് പോയിക്കൂടാ? വൈ നോട്ട് ഗോ നെക്സ്റ്റ് മൺഡേ? എന്തുകൊണ്ട് ആ പുസ്തകം പഠിച്ചുകൂടാ? വൈ നോട്ട് സ്റ്റഡി ദാറ്റ് ടെക്സ്റ്റ്? വൈ നോട്ട് സ്റ്റഡി ദാറ്റ് ടെക്സ്റ്റ്? അപ്പം എന്താണോ പ്രവൃത്തി അതിന്റെ കൂടെ വൈ നോട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. നിനക്കെന്തുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ? വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബൈ യു? വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്? എന്തുകൊണ്ട് നിനക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ? എന്തുകൊണ്ട് കുറച്ചു നേരം നമുക്ക് സംസാരിച്ചുകൂടാ? വൈ നോട്ട് ടോക്ക് ഫോർ സം ടൈം? ഓക്കെ, ഇങ്ങനെ ഏതാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം വൈ നോട്ട് ആഡ് ചെയ്താൽ നമുക്ക് മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നമുക്കിന്ന് പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് വെച്ചിട്ടാണ്. ലെറ്റ്സ് ഈറ്റ് ഔട്ട് ദിസ് ഈവനിങ്. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഇപ്പൊ പറയാൻ എന്തുകൊണ്ട് പാടില്ല? വൈ നോട്ട്? വൈ നോട്ട്? അപ്പൊ വൈ നോട്ട് എന്നത് എന്തുകൊണ്ട് പോയിക്കൂടാ, എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ, എന്തുകൊണ്ട് പാടില്ല എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വൈ നോട്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ട് അത് എഴുതിക്കൂടാ? വൈ നോട്ട് റൈറ്റ് ദാറ്റ്? വൈ നോട്ട് റൈറ്റ് ദാറ്റ്? എന്തെളുപ്പത്തിലാണ് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈ നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കോൺവെർസേഷനിൽ ഉപയോഗിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വിഷമാണ്. അപ്പൊ ഇത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല, അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാന്, അതായത് ഒരു ഖേദമുണ്ട് എന്നർത്ഥത്തിൽ നമുക്കൊരു കാര്യം പറയാൻ വിഷമമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് സങ്കടമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ആം അഫ്രെയ്ഡ് ഉപയോഗിക്കാം. ഇപ്പൊ പറയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ എനിക്കാവില്ല, ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ സഹായിക്കുവാനാവില്ല എന്ന് പറയുമ്പോൾ ഐ കാണ്ട് ഹെൽപ്പ് യു ആണ്. എന്നാൽ ക്ഷമിക്കണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം അഫ്രെയ്ഡ് ഐ കാണ്ട് ഹെൽപ്പ് യു. ഐ ആം അഫ്രെയ്ഡ് ഐ കാണ്ട് ഹെൽപ്പ് യു. ക്ഷമിക്കണം, ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് ദെയർ ഹാസ് ബീൻ ആൻ ആക്സിഡന്റ്. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് ദെയർ ഹാസ് ബീൻ ആൻ ആക്സിഡന്റ്. അപ്പൊ ക്ഷമിക്കണം, ഇവിടെ കാത്തിരിക്കണമെന്ന് എനിക്ക് പറയേണ്ടി വരും. ഐ ആം അഫ്രെയ്ഡ് ഐ വിൽ ഹാവ് ടു ആസ്ക് യു ടു വെയിറ്റ് ഹിയർ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. ഐ ആം അഫ്രെയ്ഡ് യു വിൽ ഹാവ് ടു വെയിറ്റ് ഹിയർ. ഓക്കെ, അപ്പൊ അതായത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ഖേദമുണ്ട്, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് എന്ന് പറയാനായാം അഫ്രെയ്ഡ് ഉപയോഗിക്കാം. അപ്പൊ നോക്കൂ, ക്ഷമിക്കണം, നിങ്ങളെ സഹായിക്കാൻ എനിക്കാവില്ല. ഐ ആം അഫ്രെയ്ഡ് ഐ കാണ്ട് ഹെൽപ്പ് യു. ക്ഷമിക്കണം, ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഐ ആം അഫ്രെയ്ഡ് ദാറ്റ് ദെയർ ഹാസ് ബീൻ ആൻ ആക്സിഡന്റ്. ക്ഷമിക്കണം, ഇവിടെ കാത്തിരിക്കണമെന്ന് എനിക്ക് പറയേണ്ടി വരും. ഐ ആം അഫ്രെയ്ഡ് ഐ വിൽ ഹാവ് ടു ആസ്ക് യു ടു വെയിറ്റ് ഹിയർ. എന്നാൽ നിങ്ങളുടെ മകന് സുഖമില്ല, അത് പറയുന്നതിന് ഖേദമുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, നിങ്ങളുടെ മകന് നല്ല സുഖമില്ല. ഐ ആം അഫ്രെയ്ഡ് യുവർ സൺ ഈസ് വെരി ഇൽ. ഐ ആം അഫ്രെയ്ഡ് യുവർ സൺ ഈസ് വെരി ഇൽ. എന്നാൽ ക്ഷമിക്കണം, ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്നാണെങ്കിലോ
I am afraid we can't come. I am afraid we can't come. ക്ഷമിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. I am afraid that you are mistaken. ഇപ്പൊ നോക്കൂ, കുറേ എക്സാമ്പിൾസ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷമിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. I am afraid that you are mistaken. ഓക്കെ, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇനി ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കില്ല. I am afraid we can't finish the work today. I am afraid we can't finish the work today. ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. I am afraid you are too late. Okay, I am afraid you are too late. അപ്പൊ ക്ഷമിക്കണം, നിങ്ങളുടെ മകന് സുഖമില്ല എന്നാണെങ്കിൽ I am afraid your son is very ill. ക്ഷമിക്കണം, ഞങ്ങൾക്ക് വരുവാൻ സാധിക്കില്ല. I am afraid we can't come. ക്ഷമിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. I am afraid that you are mistaken. ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇനി ജോലി പൂർത്തിയാക്കാൻ സാധിക്കില്ല. I am afraid we can't finish the work today. ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. I am afraid you are too late. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഉൾപ്പെടുത്തി നമുക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് സംസാരിക്കുവാനുള്ള ക്ലാസ്സുകളുമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉള്ളത്. അപ്പൊ ആ ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ എൻ്റെ ക്ലാസ്സിന് വളരെ അത്യാവശ്യമായിരിക്കും, അത് മറക്കാതിരിക്കും. ഒപ്പം തന്നെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് മറക്കാതിരിക്കുക. ഇതിന്റെ എക്സർസൈസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് ഈ എക്സർസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, നിന്റെ ബുക്ക് ഞാൻ മറന്നുപോയി. ക്ഷമിക്കണം, നിന്റെ ബുക്ക് ഞാൻ മറന്നുപോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. ക്ഷമിക്കണം, നിങ്ങൾ താമസിച്ചു പോയി. തേർഡ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ. എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നിനക്ക് അവളെ വിളിച്ചുകൂടാ. എന്തുകൊണ്ട് നിനക്ക് അവളെ വിളിച്ചുകൂടാ. അപ്പോ ഈ ഒരു ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഇത് നമുക്കിപ്പോൾ ഉള്ളത് ഏതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. വൈ നോട്ട്, അതുപോലെ ഐ ആം അഫ്രൈഡ്. വൈ നോട്ട് എന്ന് പറയുമ്പം എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പരിഗണനയ്ക്കായിട്ട് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാം. അതുപോലെ എനിക്കിത് പറയുവാൻ ഖേദമുണ്ട് എന്ന അർത്ഥത്തിൽ ഐ ആം അഫ്രൈഡ് ഉപയോഗിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിരസിക്കോ സുഖമല്ലാത്ത വാർത്തകൾ അറിയിക്കോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു ഐ ആം അഫ്രൈഡ് യൂസ് ചെയ്യുന്നത്. ഇതുപയോഗിച്ച് ധാരാളം സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഒപ്പം തന്നെ നമുക്ക് ധാരാളം കോൺവെർസേഷനുകൾ, അതായത് ഇംഗ്ലീഷ് സംഭാഷണങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.